പിറന്നു വീണ കുഞ്ഞുങ്ങളെ മാത്രമാണോ ഇസ്രയേൽ പലസ്തീനിൽ ലക്ഷ്യം വെക്കുന്നത്? അല്ല, പിറക്കാണ്ടിരിക്കുന്ന ജന്മങ്ങളെ പോലും കൊന്നു തള്ളുകയാണവർ. ഇത് പറയുന്നത് പലസ്തീനിലെ വംശഹത്യയെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകിയ UN സമിതിയുടെ അധ്യക്ഷ നവി പിള്ളയാണ്. ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മനുഷ്യരാശി ഇന്നോളം കണ്ടതിനപ്പുറം പോകുന്ന ഇസ്രയേലി ഭീകരത അവർ എണ്ണമിട്ട് വിവരിക്കുന്നു. കൊല്ലപ്പെട്ട 60,000-ലേറെ പേരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരുമാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇവരൊന്നും ഹമാസോ ഭീകരരോ അല്ല, സാധാരണ പൗരന്മാർ മാത്രം. അമ്മയുടെ കയ്യിലിരുന്ന 1.5 വയസ്സുകാരിയെ പോലും വെടിവെച്ചു കൊന്നതിന്റെ ദൃക്സാക്ഷികളെ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇസ്രയേലി മനുഷ്യരാഹിത്യം അതിനും അപ്പുറം പോയി. പിറക്കാനിരിക്കുന്ന പലസ്തീൻ കുഞ്ഞുങ്ങളെയും അവർ ലക്ഷ്യം വെച്ചു. ഗാസയിലെ ഏക ഫെർട്ടിലിറ്റി ആശുപത്രി അവർ തകർത്തു നിരപ്പാക്കി. അവിടെ സൂക്ഷിച്ചിരുന്ന 4000 ഭ്രൂണങ്ങളും 1000 ബീജ സാമ്പിളുകളും നശിപ്പിച്ചു. ഭാവിയിൽ ഇനിയൊരു പലസ്തീൻ പിറവി അരുത് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ക്രൂരത. ഒറ്റ വർഷം കൊണ്ട് പലസ്തീനികളുടെ പ്രതീക്ഷിത ആയുസ് 35 വർഷമാണ് കുറഞ്ഞത്. മഹാമാരികൾ വന്നാൽ പോലും സംഭവിക്കാത്തത്ര ഉയർന്ന തോതാണിത്. 75.5 വയസ്സിൽ നിന്ന് 40.5 വയസ്സിലേക്കാണ് ആയുർദൈർഘ്യം കുത്തനെ പതിച്ചത്. വംശഹത്യ നടന്നോ എന്ന് നിർണ്ണയിക്കാൻ 4 ഘടകങ്ങളുണ്ട്. കൂട്ടക്കൊലകൾ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, ജീവനോപാധികൾ പോലും തകർക്കൽ, പിറവി തന്നെ തടയൽ. 4 പലസ്തീനിൽ നടന്നതായി കമ്മീഷന് തെളിവ് കിട്ടിയതായി നവീപിള്ള പറയുന്നു. ലോകം ഒന്നായി നിന്ന് ഈ വംശഹത്യയെ ചെറുക്കണമെന്നവർ പറയുന്നു. ഇസ്രയേലിനെതിരെ ഉപരോധം വേണം. UN-ഉം അന്താരാഷ്ട്ര കോടതിയും പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കണം. അതിനിടയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി ആയുധ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നാണക്കേടാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലിനെതിരെ നിരന്തരം വിധികൾ പാസാക്കിയ അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യയിൽ നിന്നൊരു ജഡ്ജി കൂടി ഉണ്ടെന്നെങ്കിലും മറക്കരുത് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു.